നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം വളരെ വിചിത്രമാണ്. ഇണങ്ങിയും പിണങ്ങിയുമാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലും അമേരിക്കയും രണ്ട് രാജ്യങ്ങൾ എന്നുള്ള നിലയിൽ മികച്ച നയതന്ത്ര ബന്ധമാണ് പുലർത്തുന്നത്. ഇരുവരും തമ്മിൽ മികച്ച പ്രതിരോധ സഹകരണമാണുള്ളത്. എങ്കിൽ പോലും ചില സമയങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് വല്ലാതെ പ്രകോപിതനാവുകയും നെതന്യാഹുവിനോട് മോശമായി സംസാരിച്ച സംഭവങ്ങൾ നേരത്തെ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ടെലഫോൺ സംഭാഷണം, ഇരുവരും തമ്മിലുണ്ടായ ടെലഫോൺ സംഭാഷണത്തിൻ്റെ വിശദാംശങ്ങൾ ആക്സിയോസ് എന്ന പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമം പുറത്തുവിട്ടത് ഇസ്രായേലിന് വലിയ തോതിലുള്ള മാനക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇറാനുമായി സമാധാന ചർച്ചകൾ നടത്തുന്ന തിരക്കിലാണ് അമേരിക്ക. അതിനിടയിലാണ് ലെബനനിലെ ഹിസ്ബുള്ള ഭീകരന്മാരെ നേരിടുന്നതിന് വേണ്ടി ഇസ്രായേൽ അവിടെ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് വലിയ തോതിലുള്ള തടസ്സം സൃഷ്ടിക്കുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ സൈനിക നടപടി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ഫോൺ വിളിയിൽ അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് അങ്ങേയറ്റം മര്യാദഘട്ട രീതിയിൽ അസഭ്യ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ്. ട്രംപിൻ്റെ ഒരു സ്ഥിരം രീതിയാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം തെറി വിളിക്കുക എന്നുള്ള ഒരു രീതിയുണ്ട്. അത് ഏത് രാഷ്ട്രത്തലവനാണെങ്കിലും അദ്ദേഹം തെറി വിളിക്കും. ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രയധികം തെറി വിളിക്കുന്ന മറ്റൊരു പ്രസിഡന്റിനെ ആരും കണ്ടിട്ടില്ല എന്നാണ് പൊതുവെ എല്ലാവരും കണക്കാക്കുന്നത്. അങ്ങനെയുള്ള ഡൊണാൾഡ് ട്രംപാണ് കഴിഞ്ഞ ദിവസം ഇരുവരും തമ്മിൽ സംസാരിക്കുന്നതിനിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ സഭ്യമല്ലാത്ത വാക്കുകളും ഭീഷണിയും ചീത്തവിളിയും എല്ലാം തന്നെ നടത്തിയത്. നെതന്യാഹുവിനെ നന്ദി കെട്ടവൻ എന്നാണ് ആദ്യം ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. തനിക്ക് ഭ്രാന്താണോ? ഞാനില്ലായിരുന്നെങ്കിൽ താനിപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. തന്നെ ഞാൻ രക്ഷിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിനെയും തന്നെയും ലോകം മുഴുവൻ വെറുക്കുകയാണ് എന്ന് ട്രംപ് ആക്രോശിച്ചു എന്നാണ് US ഉദ്യോഗസ്ഥന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പറയുന്നത്. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അതിരുവിട്ടതാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാട്. മാത്രമല്ല ഈ സംസാരിച്ച വാക്കുകളൊക്കെ തന്നെ സഭ്യമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഈ വാക്കുകളിൽ ഓരോന്നിനിടയിലും ട്രംപ് നിരവധി തെറി വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനോട് അഭിസംബോധന ചെയ്തതും സംസാരിച്ചതും എല്ലാം തന്നെ ഓരോ വാക്കിനിടയിലും തെറി ചേർത്തുകൊണ്ടായിരുന്നു. പക്ഷേ നെതന്യാഹു ആകട്ടെ വളരെ ക്ഷമയോടുകൂടി തെറിയെല്ലാം ഏറ്റുവാങ്ങി ശരി, ഞാൻ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി നോക്കാം എന്നോ മറ്റോ പറഞ്ഞ് തൽക്കാലത്തേക്ക് തടി തപ്പി എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഏതായാലും ഇത് ഇസ്രായേലിലെ പ്രതിപക്ഷ കക്ഷികൾ വലിയ തോതിലുള്ള ഒരു ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് നെതന്യാഹുവിനെതിരെ. നെതന്യാഹു സ്വന്തം രാജ്യത്തെ ഈ ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ അടിയറ വെച്ചു എന്നാണ് അവർ ആരോപിക്കുന്നത്. ഈ ട്രംപ് തെറി വിളിക്കുമ്പോൾ പറയാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നോ എന്നാണ് അവർ ചോദിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയെ നേരിടുന്നതിനായി ലെബനിലേക്ക് അയച്ചിരുന്നവരെല്ലാം തിരികെ വിളിച്ചു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് സത്യമാണോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും കാര്യം നിഷേധിക്കുകയാണ്. തങ്ങൾ ലെബനിലേക്ക് അയച്ച സൈന്യത്തെ തിരികെ വിളിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ സർക്കാരും വെളിപ്പെടുത്തുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ സൈന്യത്തെ തിരികെ വിളിച്ചു എന്നുള്ളത് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇക്കാര്യം വളരെ ശക്തമായി തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനിഷ്ട സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ പ്രതിപക്ഷം പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു ആരോപണം ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തിയിലൊക്കെ തന്നെ ഹിസ്ബുള്ളയുടെ ആക്രമണം ഇപ്പോൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആ മേഖലയാകെ പുകയുകയാണ് എന്നാണ്. അതിനിടയിലാണ് ഈ നെതന്യാഹു ട്രംപിൻ്റെ തെറിവിളി കേട്ടുകൊണ്ട് പേടിച്ച് അവിടെ നിന്നുള്ള സൈന്യത്തെ പിൻവലിച്ചത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഏതായാലും ഈ വാർത്തയെക്കുറിച്ച് നെതന്യാഹുവിൻ്റെ ഓഫീസിനും പ്രതികരിച്ചിട്ടില്ല. അതേസമയം നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ലാത്ത രീതിയിൽ, അതായത് മോശമായി തന്നെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ, ഇസ്രായേലിൽ തന്നെയുള്ള പല പ്രതിപക്ഷ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇത് എത്രത്തോളം കാലം മുന്നോട്ട് പോകും ഈ ഒരു അവസ്ഥ എന്നുള്ള ആശയക്കുഴപ്പത്തോടെ നിലനിൽക്കുന്നുണ്ട്. ഇറാനുമായുള്ള യുദ്ധം അമേരിക്കയ്ക്ക് അവസാനിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ പിന്നിലെ പ്രധാന പ്രേരണാശക്തി ഈ നെതന്യാഹു ആണ് എന്നാണ് അമേരിക്കയിലെ പല രാഷ്ട്രീയ നേതാക്കളും പറയുന്നത്. കാരണം അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞാലും നെതന്യാഹു അതിന് അനുവദിക്കുന്നില്ല എന്നും അമേരിക്ക യുദ്ധം അവസാനിപ്പിച്ചാൽ തങ്ങൾ യുദ്ധം തുടരുമെന്നൊക്കെയാണ് നെതന്യാഹു ട്രംപിനോട് പറഞ്ഞത് എന്നാണ് പലരും ആരോപിക്കുന്നത്. പക്ഷേ വാസ്തവം നമുക്കറിയാം. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിന് നേർക്ക് ആക്രമണം ആരംഭിക്കുന്നതിന് തൊട്ട് പിന്നാലെയാണ് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ളയും ഇസ്രായേലിന് നേർക്ക് ആക്രമണം തുടങ്ങിയത്. പക്ഷേ ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടി നൽകാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നു. ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാവരെയും വകവരുത്താനും അതിന് തൊട്ട് മുമ്പ് പേജറുകൾ ഉപയോഗിച്ചും വോക്കി ടോക്കികൾ ഉപയോഗിച്ചും ഒക്കെ തന്നെ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട്
ഹിസ്ബുള്ളയുടെ നേതൃനിരയെ മുഴുവൻ ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും ഹിസ്ബുള്ളയെ പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഹമാസിനേക്കാൾ വലിയ അപകടകാരികളാണ് ഹിസ്ബുള്ള എന്നുമാണ് ഇസ്രായേൽ കരുതുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലെബനനിലേക്ക് അതിശക്തമായ തോതിലുള്ള ആക്രമണം നടക്കുന്നത്. ഇറാനിലേക്കുള്ള അമേരിക്കയുടെ ആക്രമണം നടക്കുന്നതിനൊപ്പം തന്നെ ലെബനനിലേക്കുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുകയാണ്. പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോവുകയില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിയെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് പലതവണ നെതന്യാഹുവിനെ വിളിച്ച് ഈ ലെബനിലേക്കുള്ള ആക്രമണം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടതെന്നും അതേസമയം ഇപ്പോഴും അതനുസരിക്കാതെ ഇസ്രായേൽ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഈ നെതന്യാഹുവിനെ വിളിച്ച് ഈ സഭ്യമല്ലാത്ത ഭാഷയിൽ തെറി വിളിക്കുകയും അതുപോലെ വലിയ തോതിലുള്ള മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്ത് ഇസ്രായേലിനെ ലെബനനിലെ ഈ ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത് എന്നുമാണ് ഇസ്രായേലിലെ മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. അവർ പറയുന്നത് അടുത്ത് നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇത് നെതന്യാഹുവിനും അദ്ദേഹത്തിൻ്റെ ലിക്വിഡ് പാർട്ടിക്കും വലിയ തോതിലുള്ള തിരിച്ചടിയായിരിക്കും എന്ന് തന്നെയാണ് അവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും വെളിപ്പെടുത്തുന്നത്.